അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യ ചരിത്രത്തിൽ അതുല്യ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്ന ധീര വനിതാ രത്നങ്ങളുടെ ജീവിതത്തിലേക്ക് നമുക്കും ഒന്നെത്തി നോക്കാം. ഇസ്ലാമിനും നബി തിരുമേനിക്കും വേണ്ടി ജീവനും ജീവിതവും നൽകിയ ധീര വനിതയാണ് ഉമ്മു അമ്മാറ. അവരുടെ ധീര ഇതിഹാസങ്ങൾ ഏതൊരു മുസ്ലിം ഹൃദയത്തെയും സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അടിയന്തര ഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾ ഇസ്ലാമിനു വേണ്ടി എങ്ങനെ സേവനമനുഷ്ഠിക്കണമെന്ന് സ്ത്രീലോകത്തെ അവർ പഠിപ്പിക്കുന്നു. ഹിജ്റയുടെ ഏകദേശം 40 കൊല്ലം മുമ്പ് മദീനയിൽ ജനിച്ച ഉമ്മു അമ്മാറ ഹസ്രജ് ഗോത്രക്കാരിയാണ്. കഅബയിൽ ഹജ്ജ് ചെയ്യുവാനും ഉത്സവങ്ങളിൽ സംബന്ധിക്കുവാനും അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ മക്കയിൽ വരാറുണ്ടായിരുന്നു. നബി ഈ അവസരം ഉപയോഗപ്പെടുത്തി ഖുർആൻ ഓതി കേൾപ്പിക്കുകയും തീർത്ഥാടകരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. മുഹമ്മദ് ഭ്രാന്തനാണെന്നും അവൻ പറയുന്നതൊന്നും കേൾക്കരുതെന്നും വരുന്നവരോടൊക്കെ ഖുറൈശികൾ 4 കവലകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഖുറൈശികളുടെ തന്ത്രങ്ങളൊന്നും വിജയിച്ചില്ല. ഒരിക്കൽ 6 മദീനക്കാർ ഹജ്ജിന് മക്കയിൽ വന്നു. നബി അവരുടെ അടുക്കൽ ചെന്ന് ഖുർആൻ ഓതി കേൾപ്പിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇസ്ലാം സത്യമാണെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും അവർക്ക് ബോധ്യമായി. നല്ലവരായ ആ മനുഷ്യർ ഉടനെ ഇസ്ലാമിൽ വിശ്വസിച്ചു. അടുത്ത കൊല്ലം 12 ആളുകൾ കൂടി മക്കയിൽ വന്നു. അവരും ഇസ്ലാം സ്വീകരിച്ചു. അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് മദീനയിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു ഉമൈറിനെ അവരോടൊപ്പം മദീനയിലേക്ക് അയച്ചു. മുസ്അബിന്റെ നേതൃത്വത്തിൽ ഈ ചെറു സംഘത്തിന്റെ ശ്രമഫലമായി ചുരുങ്ങിയ കാലം കൊണ്ട് ഔസ് ഹസ്രജ് ഗോത്രങ്ങളിൽപ്പെട്ട ഒട്ടേറെ പ്രമുഖ വ്യക്തികൾ ഇസ്ലാമിലേക്ക് വന്നു. ഈ കാലത്താണ് ഉമ്മു അമ്മാറയും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചത്. നുബുവത്തിന്റെ 12ാം കൊല്ലം 72 മുസ്ലിങ്ങൾ ഹജ്ജിന് മക്കയിൽ വന്നു. ഹജ്ജ് കഴിഞ്ഞ് 3ാം ദിവസം അവർ അവിശ്വാസികളായ തങ്ങളുടെ കൂട്ടുകാരറിയാതെ അഖബ താഴ്വരയിൽ നബിയോടൊപ്പം രഹസ്യമായി സമ്മേളിച്ചു. മക്കയിൽ താമസിച്ച് ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ നബിക്ക് അസാധ്യമായിരുന്നതിനാൽ അവർ നബിയെ മദീനയിലേക്ക് ക്ഷണിച്ചു. തങ്ങളുടെ ജീവനും ധനവും ഭാര്യാസന്തതികളുമെല്ലാം ബലി കഴിക്കേണ്ടി വന്നാലും ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കുമെന്നും അങ്ങയോടൊപ്പം നിൽക്കുമെന്നും അവർ നബിയോട് ഉടമ്പടി ചെയ്തു. ഉഹുദ് യുദ്ധത്തിൽ ഉമ്മു അമ്മാറ പ്രദർശിപ്പിച്ച ധീരത അസാധ്യമായിരുന്നു. ജീവൻ വകവയ്ക്കാതെ അവർ യുദ്ധക്കളത്തിൽ നബിയുടെ കൂടെ ഉറച്ചു നിൽക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു. നബിയുടെ പിതൃവ്യൻ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് അടക്കം ഒട്ടേറെ സ്വഹാബികൾ ഈ യുദ്ധത്തിൽ ഷഹീദായി. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ ജയിച്ചുവെങ്കിലും ചിലർ നബിയുടെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ചതിനാൽ പിന്നീട് പരാജയവും സംഭവിച്ചു. മുസ്ലിങ്ങൾ അശ്രദ്ധരാണെന്ന് കണ്ട് തോറ്റോടിയ ശത്രുക്കൾ തിരിച്ചു വരികയും ഓർക്കാപ്പുറത്ത് ആക്രമിക്കുകയും ചെയ്തു. പെട്ടെന്നുണ്ടായ ആക്രമണ നിമിത്തം മുസ്ലിങ്ങൾ നാനാഭാഗത്തേക്കും ചിതറി. യുദ്ധത്തിലേർപ്പെട്ടവർക്ക് വെള്ളം കൊണ്ടുവരികയും മുറിവേറ്റവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുകയും ശത്രുക്കൾ നബിയുടെ നേരെ ചാടിയടുക്കുകയും ചെയ്യുന്നത് കാണുന്ന ഉമ്മു അമ്മാറ ഉടൻ ആയുധമെടുത്തു. ശത്രു നബിയുടെ നേരെ കുതിരപ്പുറത്ത് വരുമ്പോൾ ഉമ്മു അമ്മാറ വാളുകൊണ്ട് കുതിരയുടെ കാലിനു വെട്ടുകയും അവനെ നിലം പതിപ്പിക്കുകയും ചെയ്തു. അപ്പോഴേക്കും പുത്രൻ അബ്ദുള്ള മാതാവിനെ സഹായിക്കാനെത്തും. പിന്നെ 2 പേരും കൂടി ശത്രുവിന്റെ കഥ കഴിക്കുകയായി. ശത്രുക്കൾ നബിയെ ആക്രമിക്കുവാൻ ചീറ്റിയെടുക്കുകയാണ്. കല്ലേറിനാൽ അവിടുത്തെ മുൻപല്ലുകൾ നഷ്ടപ്പെട്ടു. ഇബ്നു കമിയ എന്ന ശത്രുവിന്റെ വെട്ടേറ്റ് നബിയുടെ പടത്തൊപ്പിയുടെ കണ്ണികൾ അറ്റ് നെറ്റിയിലേക്ക് ഇറങ്ങി. ഇത് കണ്ട് ഉമ്മു അമ്മാറയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഒരു പുലിയെപ്പോലെ ശത്രുവിന്റെ മേൽ ചാടി വീഴുകയും സർവശക്തിയും എടുത്ത് അവനെ വാളുകൊണ്ട് വെട്ടുകയും ചെയ്തു. പക്ഷേ ശത്രു പടച്ചട്ട ധരിക്കുന്നതിനാൽ അവന് വെട്ടേറ്റില്ല. അവൻ ഉമ്മു അമ്മാറയുടെ നേരെ തിരിയുകയും അവരെ വെട്ടുകയും ചെയ്തു. ശത്രുവിന്റെ വാൾ ഉമ്മു അമ്മാറയുടെ തോളിൽ ആണ്ടിറങ്ങി. അവർ രക്തത്തിൽ കുളിച്ചു നിലത്ത് വീണു. നബി ഉടനെ അടുത്തുണ്ടായിരുന്നവരെ വിളിച്ച് മുറിവ് കെട്ടിക്കുകയും അവരെ ശുശ്രൂഷിക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലെ, സ്വർഗത്തിൽ ഞാൻ അങ്ങയുടെ സമീപത്തായിരിക്കുവാൻ അങ്ങ് പ്രാർത്ഥിച്ചാലും. മുറിവേറ്റ അവശയായ ഉമ്മു അമ്മാറ നബിയോട് ആവശ്യപ്പെട്ടു. നബി പ്രാർത്ഥിച്ചു, ഇനി എനിക്ക് ഈ ലോകത്ത് എന്തു തന്നെ സംഭവിച്ചാലും യാതൊന്നും ദുഃഖിക്കാനില്ല. ഉമ്മു അമ്മാറ ആശ്വാസപൂർവ്വം നെടുവീർപ്പെട്ടു. മുറിവേറ്റിട്ടും ഉമ്മു അമ്മാറ തളർന്നില്ല. പുത്രൻ അബ്ദുള്ളയ്ക്ക് പരിക്കു പറ്റിയപ്പോൾ അവർ അത് കെട്ടിക്കൊടുത്ത ശേഷം പറഞ്ഞു, മകനെ ചെല്ലു, ദീനിന്റെ ശത്രുക്കളോട് യുദ്ധം ചെയ്യൂ. ഇത് കേട്ട് നബി പറഞ്ഞു, ഉമ്മു അമ്മാറ, നിങ്ങളുടെ സഹനശക്തി അത്ഭുതകരം തന്നെ. നിങ്ങൾക്ക് കഴിയുന്നത് പോലെ മറ്റാർക്കും കഴിയുകയില്ല.
ഉഹുദ് യുദ്ധത്തെപ്പറ്റി സംസാരിക്കുമ്പോഴെല്ലാം നബി ഉമ്മു അമ്മാറയെ പുകഴ്ത്തുകയായിരുന്നു. അവർ എൻ്റെ ഇടത്തും വലത്തും നിന്ന് ധീരയായി യുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു. നബിയുടെ വഫാത്തിന് ശേഷം യമാമ ദേശക്കാർ മുർദ്ദത്തുകളായി. അവരുടെ നേതാവ് മുസൈലിമ താൻ നബിയാണെന്ന് വാദിച്ചു. അനുയായികളെല്ലാം അങ്ങനെ വിശ്വസിച്ചു. വിശ്വസിക്കാത്തവരെ കൊല്ലാനും മർദ്ദിക്കുവാനും തുടങ്ങി. ഉമ്മു അമ്മാറയുടെ പുത്രൻ ഹബീബ് ബിൻ സെയ്ദ് ഉമാനിൽ നിന്നും മദീനയിലേക്ക് മടങ്ങുകയായിരുന്നു. മുസൈലിമയുടെ ആൾക്കാർ അദ്ദേഹത്തെ പിടികൂടി. മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? മുസൈലിമ ചോദിച്ചു. അതെ, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യാതൊരു കൂസലുമില്ലാതെ ഹബീബ് മറുപടി പറഞ്ഞു. അല്ല, മുസൈലിമ അള്ളാഹുവിന്റെ റസൂലാണെന്ന് സാക്ഷ്യപ്പെടുത്തുക. മുസൈലിമ നിർബന്ധിച്ചു. നീ കള്ളനാണ്. ഹബീബ് പറഞ്ഞു. കൈകാലുകൾ ഓരോന്നായി വെട്ടിമുറിച്ചിട്ടും മുസൈലിമയെ നബിയെന്ന് സമ്മതിക്കാൻ ഹബീബ് കൂട്ടാക്കിയില്ല. ഒടുവിൽ അദ്ദേഹം ഷഹീദായി. ഈ വിവരം അറിഞ്ഞ ഉമ്മു അമ്മാറ അത്യന്തം ദുഃഖിതയായി. മുസ്ലിങ്ങൾ മുസൈലിമയോട് യുദ്ധം ചെയ്യുമ്പോൾ താൻ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് അവർ മനസ്സുറപ്പിച്ചു. മുസൈലിമ തന്റെ വ്യാജ നുബൂവത്ത് വാദം ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവനോട് യുദ്ധം ചെയ്യാനായി അബൂബക്കർ ഖാലിദ് ഇബ്നു വലീദിന്റെ നായകത്വത്തിൽ സൈന്യത്തെ അയച്ചു. ഖലീഫയുടെ അനുവാദം വാങ്ങി ഉമ്മു അമ്മാറയും സൈന്യത്തോടൊപ്പം പുറപ്പെട്ടു. മുസൈലിമയുടെ പട്ടാളവുമായി മുസ്ലിം സൈന്യം ഏറ്റുമുട്ടിയ ഘോര യുദ്ധക്കളത്തിൽ ഉമ്മു അമ്മാറ അണികളെ ഭേദിച്ച് മുന്നോട്ട് കുതിച്ചു. മുസൈലിമയായിരുന്നു ലക്ഷ്യം. മുസൈലിമയുടെ അടുക്കൽ എത്തുമ്പോഴേക്കും അവർക്ക് മുറിവുകളേറെ ഏറ്റു. പരിക്ക് സാരമാക്കാതെ മുസൈലിമയെ വധിക്കാൻ അവർ മുമ്പോട്ട് കുതിച്ചു. അടുത്തെത്തിയപ്പോഴേക്കും 2 വാളുകൾ ഒരേ ശബ്ദത്തിൽ മുസൈലിമയുടെ മേൽ ആഞ്ഞു വീണു. അവർ ഒരട്ടഹാസത്തോടെ കുതിരപ്പുറത്തു നിന്ന് തെറിച്ചു. മുസൈലിമയെ വെട്ടി വീഴ്ത്തിയവരിൽ ഒരാൾ മകൻ അബ്ദുള്ള തന്നെയായിരുന്നു. ഉമ്മു അമ്മാറയുടെ പരിക്കുകൾ ഗുരുതരമായി. ഒരു കൈമുറിഞ്ഞ അവർ തളർന്നു വീണു. ഖാലിദ് ഇബ്നുൽ വലീദ് അവരെ ശുശ്രൂഷിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. അവരുടെ സഹനശക്തിയും മനക്കരുത്തും ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒടുവിൽ അവർ സുഖം പ്രാപിക്കുക തന്നെ ചെയ്തു. നബിയും അബൂബക്കർ, ഉമർ എന്നീ ഖലീഫമാരും അങ്ങേയറ്റത്തെ സ്നേഹാദരവോടെയാണ് ഉമ്മു അമ്മാറയോട് പെരുമാറിയിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് ഖലീഫയായിരുന്നപ്പോൾ പലപ്പോഴും അവരെ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചു. ഇതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല, മറിച്ച് ശാക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കും അവരുടെ ജീവിതങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.